റാമത്തിന് സാഗരം ചെയ്ത് സീകത്തോറുകൾ ഓർബഹുസാരം തഖ്മീനൻ ഖബ്ലാസ നത്തീനി അന്തർദിൽ തികവ ഓരോമ എമ്പലതിൽ ബീന ചെയ്തോവർ പള്ളിക്ക് മുമ്പിലെ കുന്നുകൾ നീക്കാനായി പണി ചെയ്യും കോടികൾ കൺമുമ്പിൽ കണ്ടോവർ മീസാനൊരു കല്ല് ദൃഷ്ടിയിൽ പെട്ടാരെ മയിൽ കീളച്ചോമരിക്കാൻ ശ്രമിച്ചോവർ തട്ടിത്തകർക്കാൻ ശ്രമിച്ച ഇൻസാന്റെ തടിയിൽ ഉടനെ ബലാവും കൊടുത്തോവർ ബോധവും കെട്ടിത്തറയിൽ കിടന്നാനെ ബന്ധു അത് കണ്ട് ഓടി അടുത്തോവർ വായയിൽ നിന്നേത് മുമ്രവത്തുകൾ വന്ന് മുഷിപ്പായി തായൂറാകന്തോവർ ചെയ്തുള്ള പാതക ഏതുകമെന്ന് ചൊല്ലി മനസ്സകം തേച്ചിക്കരഞ്ഞോവർ മഹിനരെ മഖാമ മഹിനരെ മഖബറ ഉള്ളമത്വങ്ങൾ മനുഷ്യനിൽ മങ്ങാതെ കാക്കാൻ കരുതിയോർ നേരത്തിൽ അല്ല ബലാവും പുറപ്പെട്ട് ദേശത്തിൽ വേഗം നർച്ച കൊടുത്തോവർ ദേശം അറബിയിൽ നിന്ന് അണൈത്തുള്ള ദേഹം ബഹുനാമം അബ്ദുള്ള എന്നോവർ പുണ്യരെ മസാറ എന്നുള്ള അജായിബ് പുതുമയാലെന്ന് ഞങ്ങൾ നിലർത്തോവർ കൊടിയാക്കാടും വീട് ചമനുഷ്യരെ കൽബകം റാത്തി ലാകും അതെന്നോവർ ഒരു നാൾ ഖറജായി മനം തന്നിൽ നിന്നോരോ കുറുകിയൻ പശുവേ തിരിച്ച് നടന്നോവർ ദിക്കായ ദിക്കോക്കെ തേടി അലഞ്ഞാനെ ദല്ലാളൊരുത്തൻ ദുത്തിക്കാതെ പോയപ്പോൾ അകലെ ഗാബത്തിന്റെ തറഫിലൊരു ബഖറ അവിടം മഖ്ബറ ചുറ്റി നടക്കുന്നു അകമിൽ സൂറൂറായി പശുവെ പൊടിക്കാനായി കുറുകിയൻ കുതിച്ച് നൊന്നേരമിൽ കണ്ടോവർ കാനനം തന്നിൽ നർത്തോരു മഖ്ബറ ആക്കാൻ പശുവും രിയും കിടക്കുന്നു അകതാരിൽ കോതൂകം കൂറി അന്നേരത്തെ അഹ്ലോരുൽ അധീകം ഭൂതം പറഞ്ഞോവർ അജബായി കേട്ടവരൊക്കെ വരവായി അവിടം മക്കാടൊക്കെ മനുഷ്യക്കടലായി. മാഷാ അല്ലാഹ്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടത്തെ മഹത്തായ മാല ഇങ്ങനെ പാടി നോക്കുകയായിരുന്നു. മാഷാ അല്ലാഹ്, ഈ മഹത്തായ ഹളറത്തിൽ വിശ്രമിക്കുന്ന വലിയ മഹാരഥന്മാരായ ഔലിയാക്കളെ അവരോട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. വലിയ അത്ഭുതമല്ലേ? ഒരുപാട് മഹാന്മാര് അന്തിയുറങ്ങുന്ന മണ്ണല്ലേ? അല്ലാഹുവേ, അവരുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പൈനരി എന്ന് പറയുന്ന ഈ നാട് എങ്ങനെയാണ് അങ്ങനെ ഒരു പേര് വന്നത്? ഞാനതിനെ കുറിച്ച് പഠിച്ചപ്പോ മാഷാ അല്ലാഹ്, മാലയിൽ ഇങ്ങനെ ആ വിഷയം ഇങ്ങനെ പറയുന്നുണ്ട്.
ഈ നാടിന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം, പൈ എന്ന് പറഞ്ഞാൽ പശുവാണ്, നരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാട്ടിലെ വലിയൊരു ജീവിയല്ലേ. ആ പയ്യന്റെയും നരിയുടെയും പേരിൽ ഈ നാട് അറിയപ്പെടാനുള്ള കാരണോ ഈ മഹാരഥന്മാരായ ഔലിയാക്കളുടെ സമീപത്ത് നടന്ന ഒരു കറാമത്താണ്. ഒരാളുടെ പശുവിനെ കാണാതെയാവുകയാണ്. ആ പശുവിനെ അന്വേഷിച്ച് അയാൾ നടന്നു വരുമ്പോ അതേ കാട്ടിന്റെ ഒരു ഭാഗത്തെ ഒരു മൂലയില് അതാ പശുവിനെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, പശുവിന്റെ സമീപത്ത് നരിയുണ്ട്. ആളുകളെല്ലാവരും പേടിച്ചുപോയി. പശുവും നേരിയും ദാവത്ത് കൂടാതെ ഫിരിശത്താൽ ഖബറിനെ ചുറ്റിൽ പൊറുത്തോവർ. ആ ഖബറിന്റെ ചുറ്റുഭാഗത്ത് അതേ നരിയൊന്നും ചെയ്യാതെ പശു ഇങ്ങനെ നിൽക്കുകയാണ്. ആ പശുവിനെ നരിയൊന്നും ചെയ്യുന്നില്ല. റഞ്ഞുപോയി ഖബത്തിൽ നേരത്തിൽ പശുവേ പോടിച്ച് കൊടുത്തോവർ. അങ്ങനെ അതാ നരി കാട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോ ആ പശുവിനെ നാട്ടുകാര് പിടിച്ച് അതിന്റെ ആൾക്ക് ഏൽപ്പിക്കുകയാണ്. കണ്ട അജായിബ് ഓരിൽ ചഹറത്തായി കേട്ടവരൊക്കെ സാറിൽ വന്നെത്തിയോ. ഈ വലിയ അജബ് യാതൊരു പ്രയാസവും കൂടാതെ ആ പശു അവിടെ നിൽക്കുന്നു. ജനങ്ങൾ വന്നു നോൽക്കുമ്പോ ആ നരിയും ആ പശുവും ഇന്ന സ്ഥലത്ത് മഹാരഥന്മാരായ ഔലിയാക്കളുടെ മക്ബറ കാണുകയാണ്. അതേ ഖബറിന്റെ കല്ലുകൾ കാണുകയാണ്. മാഷാ അല്ലാഹ്, അന്ന് മുതലാണ് ഈ നാട്ടിന് അതേ പൈനരി, പശുവും നരിയും രണ്ടുപേരും ചേർത്തുകൊണ്ടുള്ള പൈനരി എന്ന് പേര് വരാനുള്ള കാരണം. മാഷാ അല്ലാഹ്, അങ്ങനെ അജായിബുകൾ ഒരുപാട് കാണിച്ച വലിയ ഔലിയാക്കളാണ് ഇവിടെ വിശ്രമിക്കുന്നത്. അല്ലാഹുവേ, അവരുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ കറാമത്തിനാലെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ലോകത്തിന്റെ നാനാദിക്കുകളിലുള്ള എല്ലാ മുത്തുമോമിനീങ്ങളുടെയും മുത്തുമോമിനാത്തുകളുടെയും സർവമുറാദുകളെയും നീ ഹസുലാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്, കൊടക് ജില്ലയിലെ മഹത്തായ ഒരുപാട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ വരുന്നവർ ധാരാളമുണ്ട്. എന്റെ പരിപാടി കേൾക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന മദനിയം കുടുംബത്തിലെ എത്രയോ ആളുകൾ അവിടെ സിയാറത്തിന് വരാറുണ്ട്. അവിടെ സിയാറത്തിന് വരുമ്പോ അവിടെ നിന്ന് അല്പമൊന്ന് യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന നാടാണ് കുഞ്ചില പൈനരി എന്ന് പറയുന്ന നാട്. ആ നാട്ടിലേക്ക് നിങ്ങൾ സിയാറത്തിന് വരണം. ഈ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യണം. അല്ലാഹു അവരുടെ മദദും അവരുടെ പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു എല്ലാവരുടെ മുറാദും അല്ലാഹു ഹാസിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ ഏറ്റവും പ്രധാനമായ മദനീയത്തിലെ പവിത്രമായ ഹദ്ദാദ് റാത്തീബിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഹദ്ദാദ് റാത്തീബ് ചൊല്ലണം. അത് ജീവിതത്തിൽ ഒരു ഭാഗമാകണം. ഈ പൈനരി മഖാം ഉറൂസിലെ ഈ മഹത്തായ ഉറൂസിന്റെ ഉദ്ഘാടന ദിവസം ഇന്ന് തന്നെ എല്ലാവരും തീരുമാനമെടുക്കണം. ജീവിതത്തിൽ ഒരു ദിവസം പോലും ഹദ്ദാദ് റാത്തീബ് ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങൂല. ഹദ്ദാദ് റാത്തീബിന്റെ മഹത്വം